അതുവഴി മഹാദേവനോടൊരു ഇൻഫാക്ച്വേഷൻ ഗംഗയ്ക്ക് ഉടലെടുക്കുന്നു. ഗംഗ അറിയാതെ തന്നെ തന്റെ മനസ്സിന്റെ ഉള്ളിൽ മഹാദേവനെ ഒരു സ്വപ്നത്തിലെ നായകൻ എന്ന രീതിയിലൊക്കെ ഗംഗ സങ്കല്പിച്ചു തുടങ്ങുന്നു. ഈ മഹാദേവന്റെ കാവൂട്ട് എന്ന പുസ്തകത്തെ ശ്രദ്ധിക്കാം. കാവൂട്ട്, കാവ് നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നാഗങ്ങളെ ഊട്ടുന്നത് കാവൂട്ട്, അതെഴുതിയത് മഹാദേവൻ. ഗംഗ കുട്ടിക്കാലത്ത് കാവുകളിൽ പോയിട്ട് വിളക്ക് വെക്കുന്നതൊക്കെ നമ്മൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതായത് ഗംഗയ്ക്ക് ഈ നാഗങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഉള്ളിൽ കുട്ടിക്കാലത്തെങ്കിലും ഗംഗ വിചാരിച്ചാണ് ഞാനും ഒരു നാഗദേവതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ ചിലപ്പോൾ ഗംഗയുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ പേര് കാവൂട്ട്, നാഗങ്ങൾക്ക് ഊട്ടുന്നത്, ഗംഗയിലെ സംതൃപ്തി ഇല്ലായ്മയെ ഊട്ടുന്നത്, അത് മഹാദേവന്റെ പുസ്തകത്തിലൂടെ മഹാദേവനാണ് ചെയ്യുന്നത്. ഇവിടെയാണ് എന്തുകൊണ്ട് ഗംഗ മഹാദേവനിലേക്ക് അട്രാക്റ്റഡ് ആയ എന്നൊരു സംഭവം. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ഗംഗ മാടമ്പള്ളിയിൽ എത്തുന്നത്. മാടമ്പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ഗംഗയുടെ ശരീരത്തിലെ എങ്ങനെയാണ് ആ ഉറങ്ങിക്കിടന്ന ആ ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ വീണ്ടും മുളയിടുന്നത് എന്നാണ് അടുത്ത നമുക്ക് നോക്കേണ്ടത്. ഈ മാടമ്പള്ളിയിലേക്ക് എത്തുന്ന ഗംഗ സത്യത്തിൽ ഒരു ചെറിയ പ്രതീക്ഷയിലായിരിക്കണം. കൽക്കട്ടയിലെ തിരക്കുകളും ബഹളവും കൊണ്ടായിരിക്കാം സണ്ണിക്ക് സെക്ഷൽ താല്പര്യങ്ങൾ കുറഞ്ഞിരിക്കുന്നതെന്ന് ഗംഗ കരുതിയിരുന്നു. ഇവിടുത്തെ ഗ്രാമാന്തരീക്ഷവും സമാധാനം നിറഞ്ഞ ജീവിതവും അതിൽ മാറ്റം വരുത്തിയാലോ എന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് ഗംഗ മാടമ്പള്ളിയിൽ എത്തുന്നത്. വരുവാനില്ലാരുമി ആ ഒരു സോങ്ങിന്റെ ഒരു ചെറിയ പോർഷൻ അവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു വിൻഡോയിൽ ഒരു അസ്തമയ സൂര്യന്റെ ഒരു റിഫ്ലക്ഷൻ കാണിച്ചിട്ടാണ് ആ ഒരു ഷോട്ടിലോട്ട് ഗംഗ പാട്ടും പാടി കയറി വരുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ പ്രതീക്ഷ കൂടി അസ്തമിക്കാൻ പോകുന്നു എന്നൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇവരുടെ ബെഡ്റൂം സീനാണ്. ഈ ബെഡ്റൂം സീനിൽ ഗംഗയുടെ മുഖം ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ സെക്ഷൽ ഡിസൈറോടുകൂടി ഭർത്താവിനെ ബെഡിലോട്ട് ക്ഷണിക്കുന്ന രീതിയിലാണ് അവിടുത്തെ സംസാരങ്ങൾ വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ നകുലൻ പതിവ് പോലെ അത് അവഗണിച്ച് വിടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗംഗ വീണ്ടും നിരാശയായിട്ട് ഉറങ്ങുന്നു. ആ ഉറങ്ങുമ്പോൾ ആ ക്യാമറ മൂവ്മെന്റ്, ആ നിരാശ കൊണ്ട് വീണ്ടും പഴയതുപോലെ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഒരു സാന്ത്വനം ആ പുസ്തകത്തിൽ നിന്നും പുസ്തകം എഴുതിയ ആളിൽ നിന്നും സ്വപ്നത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഷോട്ടാണ് അവിടെ നിങ്ങൾ കാണുന്നത്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഗംഗ തികച്ചും ഫ്രസ്ട്രേറ്റഡ് ആണ്, സെക്ഷലി ഡിസപ്പോയിന്റഡ് ആണ്. പക്ഷേ നകുലനോട് വളരെ സ്നേഹമാണ്. നകുലൻ ഇല്ലാതെ ഒരു ലൈഫിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ അത് കാരണം മറ്റു പലതും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ഏകദേശം കുട്ടിക്കാലത്ത് എങ്ങനെയാണോ ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഗംഗയ്ക്ക് വന്ന അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോ ഗംഗയ്ക്കുള്ളത്. ഏറ്റവും പ്രിയപ്പെട്ടതിന് വേണ്ടി മറ്റു പലതും സാക്രിഫൈസ് ചെയ്യേണ്ട അവസ്ഥ. ഏകദേശം കുട്ടിക്കാലത്ത് ഗംഗയുടെ മാനസിക നില തകർന്ന അതേ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോ ഗംഗ ഉള്ളത്. ഒരു ചെറിയ സ്പാർക്ക് മതി അത് പണ്ടെന്നോ അടങ്ങിയ ആ ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ വീണ്ടും വളർന്നു തുടങ്ങാൻ. ആ സ്പാർക്ക് കൊടുക്കാൻ അല്ലി വന്ന് മഹാദേവനുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതാണ്. ഉടൻ അത് നടക്കും എന്നുള്ള കാര്യം ഗംഗയോട് പറയുന്നു. അതോടെ ഗംഗയുടെ മനോരോഗത്തിന്റെ മുള പൊട്ടുന്നു എന്ന് തന്നെ പറയാം. കാരണം ഭർത്താവിന്റെ ഒരു സാന്ത്വനം കിട്ടാതിരിക്കുന്നതിലെ സമാധാനം നേടുന്നത് ഈ മഹാദേവന്റെ പുസ്തകങ്ങൾ കൂടിയാണ്. ആ മഹാദേവൻ തന്റെ കുടുംബത്തിൽ തന്നെ മറ്റൊരു പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് കിട്ടാൻ പോകുന്നു.